IPS ക്ലർക്ക് മെയിൻസ് 2025 നവംബർ 21 ഷിഫ്റ്റ് റീസണിങ് നോക്കിയാൽ താരതമ്യേന എളുപ്പമായിരുന്നു റീസണിങ്. അത്യാവശ്യം നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്നതും നിങ്ങളുടെ അപ്പോയിൻമെൻറ്റിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതുമായ ഒരു സെക്ഷനായിരുന്നു റീസണിങ്. മാറ്റങ്ങളോട് വന്ന IPS ക്ലർക്ക് 20 മാർക്ക് 20 ക്വസ്റ്റ്യൻ്റെ 2 മാർക്കിൻ്റേത് സെക്ഷൻ എയിലും 20 ക്വസ്റ്റ്യൻ്റെ 1 മാർക്ക് സെക്ഷൻ ബിയിലുമായി വന്നപ്പോൾ 3 പസിൽ വന്നു. സെക്ഷൻ എയിലേക്ക് ഒരു ഇയർ പസിൽ, ദെൻ ഒരു ലീനിയർ പസിൽ, ഒരു ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ, ദെൻ ഒരു കണ്ടീഷണൽ കോഡിംഗ് കൂടെ സെക്ഷൻ എയിൽ അടങ്ങിയിരിക്കുന്നു. മൊത്തം 20 ക്വസ്റ്റ്യൻ 2 മാർക്കിൽ, അതിൽ 3 ഡൂവബിൾ ആയിരുന്നു. നമുക്കൊരു 10 to 15 അതിനകത്തൊന്നും ചെയ്യാൻ പറ്റും. ഞാൻ അറ്റംപ്റ്റാണ് പറഞ്ഞത്. 10 to 12 എങ്ങനെയായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിലേക്ക്. എന്നാൽ സെക്ഷൻ ബിയിലേക്ക് വന്നാൽ ക്രിട്ടിക്കൽ റീസണിങ് 1 മാർക്കിനേക്ക് വന്നപ്പോൾ 7 ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു, ഡൂവബിൾ ആയിരുന്നു. 5 മാർക്കിന് ഡാറ്റ സഫിഷ്യൻസി 2 സ്റ്റേറ്റ്മെൻറ്റ് 3 അത്ര ഡൂവബിൾ എന്ന് പറയാൻ പറ്റില്ല. ബ്ലഡ് റിലേഷൻ 1 മാർക്കിന് ഡൂവബിൾ ആയിരുന്നു. കോഡഡ് ഡയറക്ഷൻ 3 മാർക്കിനുണ്ടായിരുന്നു, ഡൂവബിൾ ആയിരുന്നു. ആൻഡ് മിസ്ലേനിയസ് 1 മാർക്കിന് വന്നിട്ടുണ്ടായിരുന്നു. റീസണിങ് താരതമ്യേന എളുപ്പമായിരുന്നു എന്നുള്ള ഇതിൽ 26 to 33 നിങ്ങൾക്ക് ഇവിടുന്ന് മാർക്ക് ശേഖരിക്കാവുന്നതാണ്. അത്ര നല്ല ടോപ്പിക്കായിരുന്നു ഇപ്രാവശ്യത്തെ റീസണിങ്. സെക്ഷൻ എ നല്ലപോലെ ചെയ്തിട്ടുള്ളവർക്ക് അത് അനുഗ്രഹമാവട്ടെ. ഇതായിരുന്നു റീസണിങ്ങിൻ്റെ ഇത്. ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക.